മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ നീക്കങ്ങൾ സജീവമായി തന്നെ തുടരുന്നു. ഡോക്യുമെന്ററിക്ക് പിന്നാലെ കേരള യാത്ര എന്ന പേരിൽ പോഡ്കാസ്റ്റുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച മലപ്പുറത്ത് വി.ഡി. സതീശനായി ഫ്ലക്സ് ഉയർന്നു. സമരരംഗങ്ങളിൽ സജീവമായവർ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് അജയ് തറയിൽ പ്രതികരിച്ചു. എന്നാൽ ചർച്ചകളിൽ താല്പര്യമില്ലെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. നമസ്കാരം, ഞാൻ രമേശ് ചെന്നിത്തല. എല്ലാവരെയും ഞാൻ കേരള യാത്രയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. രാഷ്ട്രീയ ജീവിതം പരാമർശിക്കുന്ന ഡോക്യുമെന്ററിക്ക് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ പോഡ്കാസ്റ്റ് പരിപാടി. കേരളത്തിന്റെ സമഗ്ര വികസനമാണ് പോഡ്കാസ്റ്റിലൂടെ ചർച്ച ചെയ്യുന്നതെന്ന് പറയുമ്പോഴും ചെന്നിത്തലയുടെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തം. മികച്ച ഭരണാധികാരി എന്നുറപ്പിച്ച് ജനസ്വാധീനം നേടാനുള്ള നീക്കമാണ് പോഡ്കാസ്റ്റിലൂടെ ചെന്നിത്തല നടത്തുന്നത്. അതിനിടെ പേര് പരാമർശിക്കാതെ ചെന്നിത്തലയെ പിന്തുണച്ച് അജയ് തറയിലും രംഗത്തെത്തി. ആ MLA-മാർ യോഗം കൂടിയാ തീരുമാനിക്കുന്നത്. അവിടെ പിന്നെ എന്തിനും നേതാക്കന്മാരുടെ അഭിപ്രായത്തിൽ പ്രസക്തി? സമരത്തിൽ പങ്കെടുക്കാത്ത ആരാണ്, പങ്കെടുത്തവരാരാണ് എന്നതിനെ കുറിച്ചൊക്കെ പച്ചവെള്ളം പോലെ വ്യക്തമല്ലേ. അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ചർച്ചകളിൽ താല്പര്യമില്ലെന്നും ചർച്ച ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നും പ്രതികരിച്ച കെ.സി. വേണുഗോപാൽ പക്ഷേ മുഖ്യമന്ത്രിയാകാനില്ലെന്ന് പരസ്യമായി പറയാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ, എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അല്ല, അതിപ്പം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കും. അതിനിടെ മലപ്പുറം കാലടി പാറപ്പുറത്ത് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്ന പേരിൽ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള മുതിർന്ന നേതാക്കളുടെ പോരിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് തീരുമാനം എടുക്കുക. കേരളം പ്രതീക്ഷിക്കുന്ന ഒരു ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന KPCCയുടെ വിലക്ക് ലംഘിച്ച് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള പോര് തുടരുമ്പോഴും ചർച്ചകളിൽ ഹൈക്കമാൻഡ് മൗനം പാലിക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.